PHP പ്രോഗ്രാമിംഗ് ട്യൂട്ടോറിയലിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 2 വീഡിയോയിലൂടെ PHPയുടെ ഇൻസ്റ്റലേഷനും ഒരു സിമ്പിൾ പ്രോഗ്രാം എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാമെന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഒരു കമ്പ്യൂട്ടർ ലാംഗ്വേജിലുള്ള അടിസ്ഥാന ആശയങ്ങളായ വേരിയബിൾസ്, ഓപ്പറേറ്റേഴ്സ്, കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്, ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് മുതലായവയെല്ലാം PHPയിലും അവൈലബിൾ ആണ്. ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിച്ച വിദ്യാർത്ഥികൾക്ക് ഈ ആശയങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്നതിനാൽ വീണ്ടും PHPയിൽ അത് ആവർത്തിക്കുന്നില്ല. നമുക്ക് PHPയുടെ പ്രത്യേകമായിട്ടുള്ള ആശയങ്ങളും സവിശേഷതകളും മാത്രമാണ് ഈ വീഡിയോ സീരീസിലൂടെ പഠിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അടുത്ത സെക്ഷനായ PHP ഫോം ഹാൻഡ്ലിങ്ങിലേക്ക് കടക്കാം. PHP ഫോം ഹാൻഡ്ലിംഗ് പഠിക്കുന്നതിന് മുമ്പേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രത്യേക വേരിയബിളാണ് സൂപ്പർ ഗ്ലോബൽ വേരിയബിൾ. എന്താണ് സൂപ്പർ ഗ്ലോബൽ വേരിയബിൾ? ഒരു PHP സ്ക്രിപ്റ്റിൽ എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ള വേരിയബിളുകളെയാണ് സൂപ്പർ ഗ്ലോബൽ വേരിയബിൾ എന്ന് വിളിക്കുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സൂപ്പർ ഗ്ലോബൽ വേരിയബിൾ ഗ്ലോബലി അവൈലബിൾ വേരിയബിൾ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രീ ഡിഫൈൻഡ് വേരിയബിൾസിനെയാണ് PHPയിൽ സൂപ്പർ ഗ്ലോബൽ വേരിയബിളായിട്ട് അറിയപ്പെടുന്നത്. അതായത് ഇത്തരം സൂപ്പർ ഗ്ലോബൽ വേരിയബിൾസ് ഒരു PHP സ്ക്രിപ്റ്റിൽ ഏത് ഭാഗത്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അത് ഒരു ഫംഗ്ഷനിൽ നിന്നും, ഒരു ക്ലാസ്സിൽ നിന്നും, ഒരു ഫയലിൽ നിന്ന് പോലും സൂപ്പർ ഗ്ലോബൽ വേരിയബിൾസിനെ കോൾ ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ള അനവധി സൂപ്പർ ഗ്ലോബൽ വേരിയബിൾസ് PHPയിൽ അവൈലബിൾ ആണ്. ഉദാഹരണമായി $_files, $_cookie, $_session, $_post, $_get മുതലായ അനവധി സൂപ്പർ ഗ്ലോബൽ വേരിയബിൾസ് PHPയിൽ അവൈലബിൾ ആണ്. ഈ വേരിയബിളുകളിൽ നമുക്ക് ഫോം ഹാൻഡ്ലിങ്ങിന് വേണ്ടി അത്യാവശ്യമായിട്ടുള്ള 2 വേരിയബിളുകളാണ് $_postഉം $_getഉം. അതുകൊണ്ട് തന്നെ ആ വേരിയബിളുകളെ കുറിച്ച് നമുക്ക് ആദ്യമായിട്ട് പഠിക്കാം. ബാക്കിയുള്ള വേരിയബിളുകൾ നമുക്ക് വരുന്ന പാഠഭാഗങ്ങളിൽ പരിചയപ്പെടാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഗെറ്റ് മെത്തേഡിനെ കുറിച്ചും പോസ്റ്റ് മെത്തേഡിനെ കുറിച്ചും പഠിക്കാം. എന്തിനാണ് ഈ 2 മെത്തേഡുകൾ ഉപയോഗിക്കുന്നത്? ഒരു വെബ് ബ്രൗസറിൽ നിന്ന് വെബ് സെർവറിലേക്ക് ഇൻഫർമേഷൻ അയക്കുന്നതിന് ഉപയോഗിക്കുന്ന 2 രീതികളാണ് ഗെറ്റ് മെത്തേഡും പോസ്റ്റ് മെത്തേഡും. ഒരു വെബ് ബ്രൗസറിൽ നിന്ന് സെർവറിലേക്ക് വിവരങ്ങൾ അയക്കുന്നതിന് മുമ്പേ അവ URL എൻകോഡിംഗ് എന്ന മെത്തേഡ് വഴി എൻകോഡ് ചെയ്താണ് അയക്കുന്നത്. ഈ വിവരങ്ങൾ സെർവറിലേക്ക് അയക്കുമ്പോൾ അത് 2 വഴികളിലൂടെയാണ് അയക്കുന്നത്. അതായത് ഗെറ്റ് മെത്തേഡിലൂടെയും പോസ്റ്റ് മെത്തേഡിലൂടെയും. ഗെറ്റ് മെത്തേഡിലൂടെ വിവരങ്ങൾ സെൻഡ് ചെയ്യുമ്പോൾ ആ വിവരങ്ങൾ URL ബാറിൽ നമുക്ക് കാണാവുന്നതാണ്. അതായത് ഗെറ്റ് മെത്തേഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എൻകോഡഡ് ഇൻഫർമേഷൻ പേജ് റിക്വസ്റ്റിൻ്റെ കൂടെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. പേജ് റിക്വസ്റ്റും എൻകോഡഡ് ഇൻഫർമേഷനും കൂട്ടിച്ചേർത്ത് ഒരു വലിയ സ്ട്രിംഗ് ആയിട്ടാണ് വിവരങ്ങൾ അയക്കുന്നത്. അതിനാൽ ബ്രൗസറിൻ്റെ അഡ്രസ് ബാറിൽ അയക്കുന്ന വിവരങ്ങൾ ഡിസ്പ്ലേ ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ സെൻസിറ്റീവായ പാസ്വേഡ് പോലുള്ള വിവരങ്ങൾ ഗെറ്റ് മെത്തേഡ് ഉപയോഗിച്ച് അയക്കുവാൻ കഴിയില്ല. ഇനി നമുക്ക് പോസ്റ്റ് മെത്തേഡ് എന്താണെന്ന് നോക്കാം. പോസ്റ്റ് മെത്തേഡ് വഴി അയക്കുന്ന വിവരങ്ങൾ HTTP ഹെഡർ ആയിട്ടാണ് സെർവറിലേക്ക് അയക്കപ്പെടുന്നത്. അതിനാൽ തന്നെ അവ അഡ്രസ് ബാറിൽ ഡിസ്പ്ലേ ചെയ്യില്ല. അതുകൊണ്ട് ആ വിവരങ്ങൾ, അയക്കപ്പെടുന്ന വിവരങ്ങൾ അതീവ സുരക്ഷിതമായിട്ട് അയക്കുവാൻ കഴിയും. PHPയിലെ ഗെറ്റ് അതേപോലെ പോസ്റ്റ് എന്നീ 2 സൂപ്പർ ഗ്ലോബൽ വേരിയബിളിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് PHPയുടെ ഫോം ഹാൻഡ്ലിംഗ്
എങ്ങനെ നടത്താം എന്ന് പഠിക്കാം. ഏതൊരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുമ്പോഴും യൂസർ ഇൻപുട്ട് കളക്ട് ചെയ്യുന്നതിന് നമുക്ക് വിവിധ തരത്തിലുള്ള ഫോംസ് ആവശ്യമായിട്ട് വരും. ഉദാഹരണമായി ലോഗിൻ ഫോം, രജിസ്ട്രേഷൻ ഫോം, ആപ്ലിക്കേഷൻ ഫോം മുതലായ വിവിധ തരത്തിലുള്ള ഫോമുകളിലൂടെയാണ് യൂസറിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കപ്പെടുന്നത്. ഇത്തരത്തിൽ ശേഖരിക്കപ്പെടുന്ന വിവരങ്ങൾ ക്ലയൻറ്റിൽ നിന്ന് സെർവറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ വെബ് പേജിൽ ഫോംസ് നിർമ്മിക്കുന്നതിന് HTML ടാഗുകളാണ് ഉപയോഗിക്കുന്നത്. ഇത്തരം ഫോമിൽ നിന്നുള്ള വിവരങ്ങൾ ക്ലയൻറ്റിൽ നിന്നും സ്വീകരിച്ച് സെർവറിലേക്ക് അയക്കുമ്പോൾ ആ അയക്കപ്പെടുന്ന വിവരങ്ങളെ പ്രോസസ്സ് ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ PHP സ്ക്രിപ്റ്റുകൾ ചെയ്യുന്നത്. ഒരു വെബ് പേജിൽ ഫോംസ് നിർമ്മിക്കുന്നതിന് ഫോം എന്ന HTML ടാഗാണ് ഉപയോഗിക്കുന്നത് എന്ന് നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു. നമുക്ക് ഫോം എന്ന HTML ടാഗിനെ കുറിച്ചും അതിൻ്റെ പാരാമീറ്റേഴ്സിനെ കുറിച്ചും വിശദമായിട്ട് പഠിക്കാം. ഫോം എന്ന ടാഗിന് പ്രധാനമായും 2 പാരാമീറ്ററുകളാണുള്ളത്. ഒന്നാമത്തേത് ആക്ഷൻ എന്ന പാരാമീറ്ററും രണ്ടാമത്തേത് മെത്തേഡ് എന്ന പാരാമീറ്ററുമാണ്. ആക്ഷൻ എന്ന പാരാമീറ്റർ ചെയ്യുന്നത് ഫോമിലുള്ള വിവരങ്ങൾ ശേഖരിച്ച് അവയെ പ്രോസസ്സ് ചെയ്യുന്ന ഫയൽ നെയിമാണ് ആക്ഷൻ എന്ന പാരാമീറ്ററിൽ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. അതായത് ക്ലയൻറ്റിലുള്ള വിവരങ്ങൾ സെർവറിലെത്തുമ്പോൾ ഏത് PHP സ്ക്രിപ്റ്റാണ് ആ വിവരങ്ങളെ പ്രോസസ്സ് ചെയ്യേണ്ടത് എന്നാണ് ആക്ഷൻ എന്ന മെത്തേഡിലൂടെ അല്ലെങ്കിൽ ആ പാരാമീറ്ററിലൂടെ നമ്മൾ പറയുന്നത്. ഇനി ഫോമിൻ്റെ രണ്ടാമത്തെ പാരാമീറ്ററാണ് മെത്തേഡ്. അത് നമ്മൾ നേരത്തെ പഠിച്ചത് തന്നെയാണ്. ക്ലയൻറ്റിൽ നിന്ന് സെർവറിലേക്ക് വിവരങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഏത് മെത്തേഡ് വഴിയാണ് വിവരങ്ങൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഗെറ്റ് മെത്തേഡ് ആണെങ്കിൽ നമുക്ക് അവിടെ ഗെറ്റ് എന്നും പോസ്റ്റ് മെത്തേഡ് ആണെങ്കിൽ അവിടെ നമുക്ക് പോസ്റ്റ് എന്നും ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഗെറ്റ് എന്നും പോസ്റ്റ് എന്നും പറഞ്ഞിരിക്കുന്ന 2 വേരിയബിളുകളുടെ പ്രത്യേകതകൾ ഈ സമയത്ത് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. ഇനി നമുക്ക് ഫോം ഉപയോഗിച്ച് ഒരു സിമ്പിൾ പ്രോഗ്രാം എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ള 2 നമ്പറുകൾ ആഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഞാൻ ഡിസൈൻ ചെയ്യുന്നത്. അതായത് ക്ലയൻറ്റിൽ നിന്ന് 2 നമ്പറിൻ്റെ വാല്യൂ നമ്മൾ സെർവറിലേക്ക് സെൻഡ് ചെയ്യുന്നു. സെർവറിലുള്ള PHP സ്ക്രിപ്റ്റ് ആ 2 നമ്പറുകളെ ആഡ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് ക്ലയൻറ്റിലേക്ക് തിരിച്ചു തരുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മളിപ്പോൾ എഴുതാൻ പോകുന്നത്. ആ പ്രോഗ്രാം നമുക്കിപ്പോൾ നോക്കാം. ആദ്യമായി ഞാനിവിടെ HTML ടാഗ് ഉപയോഗിച്ച് ഒരു ഫോം ഡിസൈൻ ചെയ്യുന്നതിനുള്ള പ്രോഗ്രാമാണ് എഴുതുന്നത്. ഈ ഫോമിൽ നമ്പറുകൾ എൻ്റർ ചെയ്യുന്നതിനുള്ള 2 ടെക്സ്റ്റ് ബോക്സും അതുപോലെ അവ ആഡ് ചെയ്യുന്നതിനുള്ള ആഡ് എന്ന ബട്ടണും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഈ ഫയൽ സേവ് ചെയ്തിരിക്കുന്നത് test.html എന്ന പേരിലാണ്. ഇനി നമുക്ക് ഈ 2 നമ്പറുകൾ ആഡ് ചെയ്യുന്നതിനുള്ള PHP സ്ക്രിപ്റ്റ് എഴുതുന്നത് നോക്കാം. PHP സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ അവ $PHP എന്ന ടാഗിനുള്ളിൽ എഴുതണമെന്ന് പ്രത്യേകം ഓർമ്മിക്കുമല്ലോ. ഈ ഫയൽ സേവ് ചെയ്തിരിക്കുന്നത് b.php എന്ന പേരിലാണ്. ഇനി ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് കടക്കാം. ഇവിടെ സ്ക്രീനിൽ ഇടതുഭാഗത്തായിട്ട് കാണുന്നത് ഫോം ഡിസൈൻ ചെയ്ത test.html എന്ന ഫയലും വലതുഭാഗത്തായിട്ട് കാണുന്നത് PHP സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്ന b.php എന്ന ഫയലുമാണ് നമ്മൾ കാണുന്നത്. ഇനി നമുക്ക് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നതിന് ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഫോം ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഫയലായ test.html എന്ന ഫയൽ ഓപ്പൺ ചെയ്യേണ്ടതാണ്. അതിന് ബ്രൗസറിൻ്റെ അഡ്രസ് ബാറിൽ http
// നമ്മുടെ സെർവറിൻ്റെ പേര് / നമ്മുടെ ഫയൽ നെയിം. ഇവിടെ നമ്മുടെ ഫോം ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഫയലിൻ്റെ പേര് test.html എന്ന ഫയലാണ്. ആ ഫയൽ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോമിൽ 2 നമ്പർ എൻ്റർ ചെയ്യാനുള്ള 2 ടെക്സ്റ്റ് ബോക്സുകൾ വരുന്നത് കാണാം. അതിൽ ആദ്യത്തെ ടെക്സ്റ്റ് ബോക്സിൽ നമ്മൾ ഒരു നമ്പർ എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം സെക്കൻഡ് ടെക്സ്റ്റ് ബോക്സിലും ഒരു നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം ആഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 ഇൻഫർമേഷൻ, അതായത് 45, 43 ഈ 2 നമ്പറുകൾ സെർവറിലേക്ക് സെൻഡ് ചെയ്യപ്പെടുകയും ആ 2 നമ്പർ ആഡ് ചെയ്തതിൻ്റെ റിസൾട്ട് നമുക്ക് തിരിച്ച് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്ത് വരുന്നതുമാണ്. ഇവിടെ നമ്മൾ ഗെറ്റ് മെത്തേഡ് ഉപയോഗിച്ചത് കൊണ്ട് ഇവിടെ പേജ് റിക്വസ്റ്റിൻ്റെ കൂടെ 2 വേരിയബിളിൻ്റെ വാല്യൂ കൂടി സെൻഡ് ചെയ്യുന്നത് ബ്രൗസറിൽ കാണാം. ഇനി നമുക്ക് ഈ പ്രോഗ്രാമിൻ്റെ ലൈൻ ബൈ ലൈൻ എക്സിക്യൂഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മുടെ ഫോം ഡിസൈൻ ചെയ്തിരിക്കുന്ന ഫയലായ text.html ഫയലിലെ ഓരോ ലൈനും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ 2 ലൈൻ HTML, അതുപോലെ ബോഡി നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അതിന് തൊട്ട് താഴെയാണ് നാം ഫോം ഡിസൈൻ ചെയ്തിരിക്കുന്ന ടാഗ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഫോം ടാഗിന് ഞാൻ നേരത്തെ പറഞ്ഞു 2 പാരാമീറ്ററുകളാണുള്ളത്. ഒന്ന് ആക്ഷൻ എന്ന പാരാമീറ്ററും അതുപോലെ മെത്തേഡ് എന്ന പാരാമീറ്ററുമാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഫോം ക്ലോസ് ചെയ്തിരിക്കുന്നത് ഈ ഭാഗത്താണ്. അതായത് ഫോമിൻ്റെ സ്റ്റാർട്ടിംഗ് മുതൽ എൻഡിങ് വരെ ഉള്ള ഈ ഭാഗത്തിനുള്ളിലാണ് എല്ലാ ഫോം കൺട്രോൾസും വരുന്നത്. ഇവിടെ ഫോമിനുള്ളിൽ ഞാൻ 2 ടെക്സ്റ്റ് ബോക്സുകളാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിന് എൻ്റർ എ നമ്പർ എന്നൊരു മെസ്സേജ് ഉപയോഗിച്ച് ഇൻപുട്ട് ടാഗ് ഉപയോഗിച്ച് ഒരു ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ടാഗാണ് ഇൻപുട്ട് ടാഗ്. ഇൻപുട്ട് ടാഗ് ഉപയോഗിച്ച് ഞാനൊരു ടെക്സ്റ്റ് ബോക്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാം ഇൻപുട്ട് ബോക്സിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് അതിൻ്റെ നെയിം എന്ന് പറയുന്ന പ്രോപ്പർട്ടി. ഫോമിലുള്ള ഒരു കൺട്രോളിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് നെയിം എന്ന പ്രോപ്പർട്ടി ഉപയോഗിച്ചാണ്. അതേപോലെ രണ്ടാമത്തെ ടെക്സ്റ്റ് ബോക്സിനും എൻ്റർ സെക്കൻഡ് നമ്പർ എന്ന മെസ്സേജ് കൊടുത്ത് ഇൻപുട്ട് ടാഗ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ഞാൻ കൊടുത്തിരിക്കുന്ന നെയിം പ്രോപ്പർട്ടി എന്ന് പറയുന്നത് num2 എന്നാണ്. അതായത് num1 എന്ന പേരിലും num2 എന്ന പേരിലും 2 ടെക്സ്റ്റ് ബോക്സുകൾ ഞാൻ ഈ ഫോമിനുള്ളിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിന് തൊട്ട് താഴെയായിട്ട് ഇൻപുട്ട് എന്ന ടാഗ് ഉപയോഗിച്ച് ഒരു സബ്മിറ്റ് ബട്ടൺ, ഒരു ബട്ടണാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ബട്ടണ് ടൈപ്പ് സബ്മിറ്റ് എന്ന ബട്ടണാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ ഒരു ഫോമിനുള്ളിൽ 2 ടെക്സ്റ്റ് ബോക്സും ഒരു സബ്മിറ്റ് ബട്ടണുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഫോമിന് ഞാൻ നേരത്തെ പറഞ്ഞു 2 പ്രോപ്പർട്ടീസ് ഉണ്ട്. ആക്ഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി, അതേപോലെ മെത്തേഡ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി. ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്താണ് ആക്ഷൻ പ്രോപ്പർട്ടി. ആക്ഷൻ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ 2 വാല്യൂസ്, ആ 2 നമ്പറുകൾ സെർവറിലേക്ക് എത്തിച്ചേരുമ്പോൾ ഏത് പ്രോഗ്രാമാണ്, ഏത് PHP പ്രോഗ്രാമാണ് ഈ പ്രോസസ്സ് ചെയ്യേണ്ടത് എന്നാണ് ആക്ഷൻ പ്രോപ്പർട്ടിയിലൂടെ ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ആക്ഷൻ പ്രോപ്പർട്ടി ആയിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത് b.php എന്നൊരു ഫയലാണ്. അതാണ് നമ്മൾ വലത് ഭാഗത്ത് കാണുന്ന ഈ p.php എന്ന ഫയൽ. ഈ ഫയലാണ് 2 നമ്പറുകളെ പ്രോസസ്സ് ചെയ്ത് അഥവാ ആഡ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് തരുന്ന PHP സ്ക്രിപ്റ്റ്. അത് നാം ഫോം ഡിസൈൻ ചെയ്യുമ്പോൾ ആക്ഷൻ പ്രോപ്പർട്ടിയിലാണ് പറയുന്നത്. ഇനി രണ്ടാമത്തത് ഫോമിൻ്റെ മെത്തേഡാണ്.
ഈ മെത്തേഡായിട്ട് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് ഗെറ്റ് എന്ന മെത്തേഡാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. 2 മെത്തേഡുകളാണുള്ളത്, ഗെറ്റ് മെത്തേഡ് അതുപോലെ പോസ്റ്റ് മെത്തേഡ്. ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഗെറ്റ് മെത്തേഡാണ്. ഇനി ഈ ഫോമിനുള്ളിലുള്ള 2 ടെക്സ്റ്റ് ബോക്സിലുള്ള വാല്യൂസും സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 വാല്യൂസും സെർവറിലേക്ക് ഗെറ്റ് മെത്തേഡ് വഴി സെൻഡ് ചെയ്യപ്പെടും. ഈ സെൻഡ് ചെയ്യപ്പെടുന്ന വാല്യൂസ് പ്രോസസ്സ് ചെയ്യുന്നത് b.php എന്ന ഫയലാണ്. സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ 2 ടെക്സ്റ്റ് ബോക്സിലുള്ള വാല്യൂവും സെർവറിലേക്ക് സെൻഡ് ചെയ്യപ്പെടുമ്പോൾ സെർവറിൽ അത് ക്യാച്ച് ചെയ്യുന്നത് നമ്മുടെ PHP സ്ക്രിപ്റ്റാണ്. b.php എന്ന് പറയുന്ന സ്ക്രിപ്റ്റാണ് ആ വാല്യൂസിനെ സ്വീകരിക്കുന്നത്. ഇനി നമുക്ക് b.php എന്ന ഫയലിലേക്ക് നോക്കാം. b.php എന്ന ഫയലിൽ മുന്നിലുള്ള ഭാഗങ്ങൾ അഥവാ HTML, ബോഡി, h1 ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ ടാഗുകളാണ്. അതിന് തൊട്ട് താഴെയായിട്ടാണ് നമ്മുടെ PHP സ്ക്രിപ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ PHP സ്ക്രിപ്റ്റിൽ ആദ്യത്തെ വരി ശ്രദ്ധിക്കുക. അതിൽ ഞാൻ എഴുതിയിരിക്കുന്നു $n1. $n1 എന്ന് പറയുന്നത് ഒരു വേരിയബിളാണ്. ഞാൻ എൻ്റെ PHP പ്രോഗ്രാമിൽ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ഒരു വേരിയബിളാണ്, അഥവാ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വേരിയബിളാണ്. $n1 ഈസ് ഈക്വൽ ടു $_get എന്ന സൂപ്പർ ഗ്ലോബൽ വേരിയബിളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ ഇതൊരു അറയാണ്. $_get എന്ന് പറയുന്ന സൂപ്പർ ഗ്ലോബൽ വേരിയബിൾ ഒരു അറയായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആ അറയ്ക്കുള്ളിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് num1 എന്നാണ്. ഈ num1 എന്ന് പറയുന്നത് നമ്മൾ ഡാറ്റ സെൻഡ് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റ് ബോക്സിൻ്റെ ആദ്യത്തെ ടെക്സ്റ്റ് ബോക്സിൻ്റെ പേരാണ് num1. അതായത് ആദ്യത്തെ ടെക്സ്റ്റ് ബോക്സിൻ്റെ വാല്യൂ ഗെറ്റ് മെത്തേഡിലൂടെ സെൻഡ് ചെയ്ത് സെർവറിലെത്തുമ്പോൾ അത് $_get num1 എന്ന് പറയുന്ന വേരിയബിളിലേക്ക്, സൂപ്പർ ഗ്ലോബൽ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യപ്പെടുന്നു. ആ വാല്യൂ ഞാൻ ടെമ്പററി ആയിട്ട് $n1 എനിക്ക് എൻ്റെ പ്രോഗ്രാമിൽ ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടി $n1 മാറ്റിയിട്ടുണ്ട്. ഇവിടെ ഡാറ്റ സെൻഡ് ചെയ്യുന്നതിന് ഗെറ്റ് മെത്തേഡ് ഉപയോഗിച്ചത് കൊണ്ടാണ് PHP സ്ക്രിപ്റ്റിൽ $_get എന്ന സൂപ്പർ ഗ്ലോബൽ വേരിയബിൾ നാം ഉപയോഗിച്ചത്. നേരെ മറിച്ച് ഇവിടെ നാം ഉപയോഗിക്കുന്ന മെത്തേഡ് പോസ്റ്റ് ആയിരുന്നെങ്കിൽ, ഗെറ്റിന് പകരം പോസ്റ്റ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇവിടെ PHP സ്ക്രിപ്റ്റിൽ നാം $_post എന്ന സൂപ്പർ ഗ്ലോബൽ വേരിയബിളാണ് ഉപയോഗിക്കേണ്ടത്. ഇനി അടുത്ത വേരിയബിൾ, അതായത് രണ്ടാമത്തെ ടെക്സ്റ്റ് ബോക്സിലുള്ള വാല്യൂ $_get num2. num2 എന്ന് പറയുന്നത് നമ്മുടെ ഡാറ്റ സെൻഡ് ചെയ്തിരിക്കുന്ന രണ്ടാമത്തെ ടെക്സ്റ്റ് ബോക്സിൻ്റെ പേരാണ്. ആ ഡാറ്റ സെർവറിലെത്തുമ്പോൾ $_get num2 എന്ന വേരിയബിളിലേക്ക്, എന്ന സൂപ്പർ ഗ്ലോബൽ വേരിയബിളിലേക്ക് മാറ്റപ്പെടുന്നു. ആ ഡാറ്റ ഞാൻ ടെമ്പററി ആയിട്ട് $n2 എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് ആ 2 വേരിയബിളിലുള്ള ഡാറ്റ, അതായത് $n1ഉം $n2ഉം തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് $result എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ദെൻ ആ ഡാറ്റ എക്കോ ആൻസർ ഈസ് എന്ന് പറഞ്ഞ് ആ ഡാറ്റ പ്രിൻ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്രോഗ്രാമിലൂടെ നടക്കുന്നത്. അതായത് നമ്മുടെ ഒരു ഫോമിൽ നിന്ന് 2 ഡാറ്റകൾ, 2 നമ്പറുകൾ സെർവറിലേക്ക് ഗെറ്റ് മെത്തേഡ് വഴി സെൻഡ് ചെയ്യപ്പെടുകയും ആ സെൻഡ് ചെയ്യുന്ന ഡാറ്റ b.php എന്ന ഫയല് പ്രോസസ്സ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് നമ്മൾ സെർവറിലേക്ക് സബ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ആ ഡാറ്റ സെർവറിലെത്തുമ്പോൾ സെർവറിൽ അത് ഒരു സൂപ്പർ ഗ്ലോബൽ വേരിയബിളിലാണ് ക്യാച്ച് ചെയ്യപ്പെടുന്നത്, $_get. ദെൻ നമ്മൾ അയക്കുന്ന കൺട്രോളിൻ്റെ പേരാണ് അതിൻ്റെ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ കൊടുക്കേണ്ടത്. എന്നിട്ട് ആ ഡാറ്റയെ നമുക്ക് ആവശ്യമായ പ്രോസസ്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉത്തരം നമുക്ക് ക്ലയൻറ്റിലേക്ക് റിട്ടേൺ ചെയ്യാവുന്നതാണ്.